സിദ്ദിഖിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ അതിജീവിതയും ശക്തമായി മുൻകൂർ ജാമ്യത്തെ എതിർത്തുവെങ്കിലും ജസ്റ്റിസ് ബേലാം ത്രിവേദിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിന്റെ പരാതി നൽകുന്നതിനുള്ള കാലതാമസമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന WCCയും അമ്മയും തമ്മിലുള്ള AMM എന്ന സംഘടനയും തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാകാം സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ബേലാം ത്രിവേദിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചില സുപ്രധാനമായ ചോദ്യങ്ങൾ അതിജീവിതയുടെ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു. സിദ്ദിഖ് ഈ AMM എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് 2 തവണ, അതായത് ബെഞ്ചിലെ അംഗമായിരുന്ന ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ബേലാം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവറിനോട് ആരായുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ, അതായത് ഈ പരാതി നൽകുവാൻ കാലതാമസത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം ആരാഞ്ഞത്. ഈ 5 തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത ഈ വിഷയം നേരത്തെ ഉന്നയിച്ചതാണെന്നും എന്നാൽ അതിൽ തൃപ്തികരമായ തോതിൽ, അതായത് അതിൽ ഈ 5 തവണ ഉന്നയിക്കുമ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിജീവിത പറഞ്ഞതെന്നും മുകുൾ റോത്തക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ കേസിൽ 2 കവിയേറ്റർമാർ അഥവാ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും പുറമെ മറ്റ് 2 തടസ്സ ഹർജികൾ കൂടി സുപ്രീം കോടതിയുടെ പരിഗണിക്കു വന്നിരുന്നു. അവരെ കേൾക്കുവാൻ വേണ്ടി ഇന്ന് സുപ്രീം കോടതി തയ്യാറായില്ല. കാരണം അവർക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ ഉള്ളതെന്നായിരുന്നു കോടതി ചോദിച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് 27 ആരോപണങ്ങളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷക ഐശ്വര്യ ഭട്ടി എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മുകുൾ റോത്തക്ക് അതിനെ കൗണ്ടർ ചെയ്തത് തനിക്കെതിരെ ഒരു ആരോപണം മാത്രമാണ്, അതായത് തന്റെ കക്ഷിക്കെതിരെ ഒറ്റ ആരോപണം മാത്രമാണ് ഉള്ളതെന്നായിരുന്നു. ഏതായാലും സിദ്ദിഖിന് ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സിദ്ദിഖിന്. പല കാര്യങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി ഈ കാര്യം അനുവദിച്ചത് എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ വിശദാംശങ്ങളാണ് B ബാലഗോപാൽ ദില്ലിയിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്.